പ്രിയ വാർത്തയിലേക്ക്. അമേരിക്കയുടെ താരിഫ് ഭീഷണിയെ നിഷ്പ്രഭമാക്കി ഭാരതവും യൂറോപ്യൻ യൂണിയനും സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ചു. 200 കോടിയോളം ജനങ്ങളുടെ വലിയൊരു വിപണിയാണ് ഇതോടെ തുറന്നത്. വാണിജ്യ ധാരണയ്ക്ക് പുറമെ ഇമിഗ്രേഷൻ ആൻഡ് മൊബിലിറ്റി, സൈനിക ധാരണയും ഒപ്പുവെച്ചു. വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, എല്ലാ കരാറുകളുടെയും മാതാവ് എന്ന രീതിയിലുള്ളൊരു വിശേഷണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഈ കരാറിനെ വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം നിർണായകമാണ് ഈ പുതു കരാർ? തീർച്ചയായും സുരേഷ്, ഏറ്റവും നിർണായകമാണ് ഈ കരാർ എന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്കറിയാവുന്നതാണ്, 20 വർഷത്തിന് ശേഷമാണ് യൂറോപ്യൻ യൂണിയനും ഭാരതവുമായി ഒരു കരാറിലെത്തുന്നത്. ഈ കരാറിനൊപ്പം തന്നെ മറ്റു പല ധാരണകളിലേക്കും എത്തിക്കഴിഞ്ഞു. സ്വതന്ത്ര വ്യാപാര കരാർ എന്നതിനപ്പുറം മറ്റു 2 ധാരണകൾ കൂടി ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടതുണ്ട്. സുരക്ഷയും അതുപോലെ തന്നെ സൈനിക ബന്ധങ്ങളും സംബന്ധിച്ച ഒരു ധാരണയും സൈനിക കരാറും അതുപോലെ തന്നെ ഇമിഗ്രേഷൻ ആൻഡ് മൊബിലിറ്റി കരാറുമാണ് ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, സ്വതന്ത്ര വ്യാപാര കരാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ താരിഫുകൾ നിയന്ത്രിച്ച് കൃത്യമായും ഈ രണ്ട് പ്രദേശങ്ങളുടെയും, അതായത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ 27ഓളം രാജ്യങ്ങളുടെ ആ പ്രദേശവും അതുപോലെ തന്നെ ഭാരതവും തമ്മിലുള്ള ഒരു സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമാക്കുക എന്നതാണ് ഈ കരാറിൻ്റെ ലക്ഷ്യം. 200 കോടിയോളം ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന, അല്ലെങ്കിൽ 200 കോടിയോളം ജനങ്ങളുടെ വലിയ ഒരു മാർക്കറ്റാണ് ഇതോടെ തുറന്നു കൊടുക്കുക. സ്വാഭാവികമായും ലോകത്തിൻ്റെ 1/3 ജനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്ന വലിയൊരു വിപണി തുറക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇതിൻ്റെ പ്രാധാന്യം വളരെ ഗൗരവത്തോടെയുള്ള വിഷയങ്ങളുണ്ട്. കാരണം മിഡിൽ ഈസ്റ്റുമായും അതുപോലെ തന്നെ ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് കോറിഡോർ എന്നൊക്കെ പറയുന്ന സാമ്പത്തിക ഇടനാഴി, ഇക്കണോമിക് കോറിഡോർ എന്ന് പറയുന്ന സാമ്പത്തിക ഇടനാഴിയുടെ സാധ്യതകൾ തുറക്കുന്ന ഇതുൾപ്പെടെയുള്ള വിശാലമായ ധാരണകളാണ് ഈ യൂറോപ്യൻ യൂണിയനുമായുള്ള ഈ സമഗ്ര വാണിജ്യ കരാറിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നത്. സമഗ്ര വാണിജ്യ കരാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായും ഇതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം, ഒരു ജിയോ പൊളിറ്റിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് അമേരിക്കയുമായുള്ള ധാരണ, അമേരിക്കയുടെ താരിഫ് താരിഫ് ഭീഷണിയെ നേരിടുന്നതിനുള്ള കൃത്യമായൊരു നീക്കത്തിൻ്റെ ഭാഗമായാണ് ഭാരതവും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനും ഈ കരാറിനെ കാണുന്നത്. ഭാരതത്തിനും യൂറോപ്യൻ യൂണിയനും ഒരുപോലെ പ്രതീക്ഷ നൽകുന്ന വലിയ മുന്നേറ്റം സാധ്യമാക്കുന്ന ഒരു കരാറാണ്. നമുക്കറിയാം, ഈ ഭാരതം ലോക ജനസംഖ്യയുടെ കാൽഭാഗവും ഭാരതത്തിലും ഈ യൂറോപ്യൻ യൂണിയനിലുമാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി ഉണ്ടാക്കുന്ന ഒരു വലിയ അടിത്തറ, മുന്നോട്ടുള്ള ഒരു കുതിപ്പിന് അത്രത്തോളം ആക്കം നൽകുന്നതുമാണ്, അല്ലേ? സുരേഷ്, ഭാരതത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ഏറ്റവും പ്രധാനപ്പെട്ടത് യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങളുണ്ട്. നേരത്തെ നമ്മൾ പലതവണ സൂചിപ്പിച്ചതുപോലെ രാസവസ്തുക്കൾ, അതായത് വളത്തിനായാലും അതുപോലെ തന്നെ മറ്റു വ്യാവസായിക ആവശ്യങ്ങൾക്കായാലും കാർഷിക വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന രാസവസ്തുക്കളുടെ കൃത്യമായൊരു മാസ് പ്രൊഡക്ഷൻ നടക്കുന്ന ഒരു രാജ്യമാണ് ഭാരതം. സ്വാഭാവികമായും അതിന് വലിയ കയറ്റുമതി മാർക്കറ്റുമുണ്ട്. അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ് പ്രധാനമായും അവിടേക്ക് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നത്. അതുപോലെ തന്നെ ടെക്സ്റ്റൈൽ രംഗമുണ്ട്, ഇലക്ട്രോണിക് രംഗമുണ്ട്. അത്തരത്തിലുള്ള വിശാലമായ രംഗങ്ങളെല്ലാം തന്നെ ഉണ്ട്. നമുക്ക് അറിയാവുന്നതാണ്, ആധുനിക ഇലക്ട്രോണിക് വ്യവസായ രംഗം, അതായത് പുതിയ വ്യവസായ രംഗങ്ങൾ, സ്റ്റാർട്ടപ്പുകളുടെയൊക്കെ സാന്നിധ്യത്തിൽ വലിയ രീതിയിലുള്ള വ്യവസായ രംഗങ്ങൾ വളർന്നു വരുന്നൊരു സാഹചര്യമുണ്ട്. സെമി കണ്ടക്ടറുകളും അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പുകളുടെ ഇന്നോവേറ്റീവായ ഐഡിയകളെല്ലാം തന്നെ വളർന്നു വരുന്നൊരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും യൂറോപ്പ് പോലുള്ള രാജ്യങ്ങൾ ഗവേഷണത്തിനും അതുപോലെ തന്നെ ശാസ്ത്രഗതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള കാര്യക്ഷമമായ ഇടപെടൽ നടത്തുന്ന, ഗവേഷണം, വലിയ ബജറ്റിൽ ഗവേഷണങ്ങളൊക്കെ നടത്തുന്ന രാജ്യങ്ങളാണിത്. ഈ രാജ്യങ്ങളുമായെല്ലാം തന്നെ സ്വതന്ത്ര വ്യാപാര കരാറിലൂടെ സഹകരിക്കുമ്പോൾ വലിയ ശാസ്ത്ര രംഗത്തെ ഗവേഷണത്തിനും ശാസ്ത്രരംഗത്തെ നിർമ്മാണത്തിനുമുള്ള വലിയൊരു വാതിൽ കൂടി തുറന്നു കിട്ടുന്നൊരു സാഹചര്യമുണ്ട്. അതായത് സാങ്കേതിക വൈദഗ്ധ്യം സിദ്ധിച്ച ചെറുപ്പക്കാർക്ക് ജോലി ലഭിക്കാവുന്ന, മികച്ച ജോലികൾ ലഭിക്കാവുന്ന സാധ്യതകൾ വൻതോതിൽ തുറന്നു കിട്ടുന്നൊരു സാധ്യതയുണ്ട്. ഒരു വലിയ കരാർ തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാവുന്നതാണ്, ടെക്സ്റ്റൈൽ രംഗം, അതായത് വീട്ടമ്മമാർക്ക് പോലും പ്രയോജനപ്പെടുന്ന രീതിയിൽ വലിയ തോതിൽ 27ഓളം രാജ്യങ്ങളുടെ ടെക്സ്റ്റൈൽ രംഗം തുറന്നു കിട്ടുന്നു, കുറെ കൂടി കാര്യക്ഷമമായി തുറന്നു കിട്ടുന്നു. നേരത്തെയും നമുക്ക് എക്സ്പോർട്ട് ഉണ്ട്, എങ്കിൽ കൂടി കാര്യക്ഷമമായി തുറന്നു കിട്ടുന്ന ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത്, ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വോക്സ് വാഗൻ ഉൾപ്പെടെ, അല്ലെങ്കിൽ മെഴ്സിഡസ് ബെൻസും അതുപോലെ തന്നെ BMW ഉൾപ്പെടെയുള്ള കാറുകളുടെ വിപണി, അല്ലെങ്കിൽ കാറുകളുടെ നിർമ്മാതാക്കളുണ്ട്. അത്തരത്തിലുള്ള വലിയ ഹൈ പ്രീമിയം കാറുകളെല്ലാം തന്നെ ഭാരതത്തിലേക്ക് വരുന്നതിനെ നികുതി കുറയ്ക്കാനുള്ളൊരു തീരുമാനം ഈ കരാറിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പല ഘടകങ്ങളിലും, അതായത് 5 മുതൽ 7% വരെ നികുതി ഉള്ളത് കൃത്യമായി നിജപ്പെടുത്തുക, അതുപോലെ അത്തരത്തിലുള്ള നിരവധിയായ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. കാറുകളുടെ കാര്യത്തിൽ കൃത്യമായി പറയുന്നത് 15,000 യൂറോയ്ക്ക് മുകളിൽ വിലയുള്ള കാറുകൾ
ഇറക്കുമതി ചെയ്യുമ്പോൾ അതിൻ്റെ തീരുവ 110 നിന്ന് 40% അടിയന്തരമായി കുറയ്ക്കാനുള്ളൊരു നീക്കമാണ് ഉണ്ടാകുന്നത്. സ്വാഭാവികമായും അതിനെ 10% കുറയ്ക്കുമെന്നും അറിയാൻ സാധിക്കുന്നു. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, ഭാരതത്തിൻ്റെ ഇത്തരത്തിലുള്ള കുറേ കൂടി മീഡിയം റേഞ്ചിലുള്ള കാറുകളുടെ വിപണി കാര്യക്ഷമമായി പ്രയോജനപ്പെടുത്തുന്നതിനും അതുവഴി സ്വാഭാവികമായും ഭാരതത്തിൽ വലിയ രീതിയിൽ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമുള്ള സാധ്യത കൊണ്ടുവരിക എന്നതാണ്. അതായത് ഐസൻ, ഇവിടെ 2007 ആരംഭിച്ച ഈ ഒരു ചർച്ചയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നിർണായകമായ ഒപ്പുവെക്കൽ നടപടിക്രമങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. ഇത്രയും വർഷം ഉണ്ടായിട്ടുള്ള ഈ ഘട്ടം ഘട്ടമായ ചില തീരുമാനങ്ങൾ, നിർണായകമായ ചുവടുവയ്പ്പുകൾ, നമുക്കറിയാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആ ഭരണ മികവ്, ഭരണ തികവ്, അത് ലോകം ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നടങ്കം, യൂറോപ്യൻ രാജ്യങ്ങൾ മാത്രമല്ല ഗൾഫ് രാജ്യങ്ങൾ പോലും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വാഴ്ത്തുന്ന, വരവേൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനാൽ ഈ നിർണായകമായ ചുവടുവയ്പ്പിന് കാരണമായിരിക്കുന്നത് ഇന്ത്യയുടെ ഈ സ്വീകാര്യത, പ്രധാനമന്ത്രിയുടെ വലിയ സ്വീകാര്യത, നയതന്ത്ര നീക്കം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും, അല്ലേ? തീർച്ചയായും നയതന്ത്ര തലത്തിൽ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ആ ഇടപെടലും കഴിഞ്ഞ ഈ കാലയളവ് മുഴുവൻ 11ഓളം വർഷമായ അദ്ദേഹത്തിൻ്റെ കാര്യക്ഷമമായ ഇടപെടലെല്ലാം തന്നെ ലോകം ശ്രദ്ധിച്ച ഒരു ഇടപെടൽ തന്നെയാണ്. സ്വാഭാവികമായും ലോകത്തെ മുഴുവൻ കൃത്യമായും അഭിസംബോധന ചെയ്യുന്നതിനും ഭീകരവിരുദ്ധ നീക്കങ്ങൾ കാര്യക്ഷമമായി ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്നതിനും മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് ഗ്ലോബൽ സൗത്തിനെ ചേർത്ത് പിടിക്കുന്നതുൾപ്പെടെ, അതായത് വികസിച്ചു കൊണ്ടിരിക്കുന്ന താഴെ കിടക്കുന്ന രാജ്യങ്ങളെല്ലാം തന്നെ സുരക്ഷിതമായി ചേർത്ത് പിടിക്കുന്ന ഒരു നീക്കമെല്ലാം തന്നെ കാര്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ തോതിലുള്ള സാധ്യതകൾ തുറക്കുകയും അവസരങ്ങൾ തുറക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ നോക്കിക്കാണേണ്ടത്. ആഗോളതലത്തിൽ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്ന ഭാരതം സ്വാഭാവികമായും വൻതോതിൽ ഉൽപ്പാദനക്ഷമത കൈവരിക്കുന്ന ഒരു ഭാരതം. നമുക്കറിയാവുന്നതാണ്, വൻതോതിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. നമുക്കറിയാം 10 വർഷത്തിനിടെ ഇരട്ടിയിലേറെയായാണ് എയർപോർട്ടുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചത്. അതായത് കണക്ടിവിറ്റി വർദ്ധിക്കുന്നു, അതുപോലെ സീ ലൈൻ കണക്ടിവിറ്റി വർദ്ധിക്കുന്നു. അത്തരത്തിലുള്ള വിശാലമായ കണക്ടിവിറ്റി വർധനവ്, അത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്ന ഒരു പുതുയുഗ പിറവിയായിരുന്നു ഈ 10 വർഷം എന്നത് കൂടിയാണ് ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ലഭ്യമാകുന്നതിൻ്റെ അടിസ്ഥാന കാരണം. അത്തരത്തിലൊരു കോൺഫിഡൻസിലേക്ക് കാര്യങ്ങൾ പോകുന്നതിൻ്റെ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ പശ്ചാത്തല സൗകര്യം ഒരുക്കുന്നതും അതുപോലെ തന്നെ ക്യാപിറ്റൽ ഒരുക്കുന്നു, അല്ലെങ്കിൽ മൂലധന നിക്ഷേപത്തിന് സാധ്യത ഒരുക്കുന്നതുമായ വിശാലമായ സാധ്യതകളെ കൃത്യമായി കണ്ടെത്തുന്നതിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാരതത്തെ കൃത്യമായും അവതരിപ്പിക്കുന്നതിനുള്ള സാധ്യതയിലേക്ക് എത്താൻ സാധിച്ചു. സ്ഥിരമായ ഒരു ഭരണം, അതായത് സ്ഥിരതയാർന്നൊരു ഭരണം, നമുക്കറിയാവുന്നതാണ് 3ാം തവണയും അദ്ദേഹം പ്രധാനമന്ത്രിയായി സ്ഥാനമേൽക്കുമ്പോൾ സ്ഥിരതയാർന്നൊരു ഭരണം കൂടി ഉറപ്പാക്കാൻ പ്രധാനമന്ത്രിക്ക് സാധിച്ചു എന്നത് പ്രതീക്ഷ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ആ ഒരു സാഹചര്യത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ തന്നെയാണ് തീർച്ചയായും യൂറോപ്യൻ യൂണിയൻ ഇത്തരത്തിലൊരു ധാരണ വളരെ പെട്ടെന്നുള്ളൊരു മൂവ്മെൻ്റായി വരാനുള്ള ഒരു അവസരം. ഭരണ സ്ഥിരത, ഭരണ തികവ്, അതിനെയാണ് യൂറോപ്യൻ യൂണിയൻ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ധാരണയിലേക്ക് എത്താൻ കാരണമായിരുന്നു. ഒപ്പം വയസ്സ് നമുക്കറിയാം, ഈ അമേരിക്കയുടെ ഈ ഇടപെടൽ, നേരത്തെ മോഹൻ വർഗീസ് പറഞ്ഞതുപോലെ തന്നെ ആ താരിഫ് ഭീഷണി ഇന്ത്യ മാത്രമല്ല പല രാജ്യങ്ങളും ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ലോക പോലീസായി, ലോക മുതലാളിയായി സ്വയം ചമയുന്ന അമേരിക്കയും ട്രംപിനെയുമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതിന് വലിയ ഒരു ആഘാതമാകുന്നു എന്ന് വിലയിരുത്തപ്പെടുമ്പോൾ തന്നെ ഈ പലപ്പോഴും ചൈനയെ നമുക്ക് അമിതമായി ആശ്രയിക്കേണ്ട പല സാഹചര്യങ്ങളുമുണ്ട്, പല ഘട്ടങ്ങളുമുണ്ട് ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട്. അതിന് ഒരു പ്രതിവിധി കൂടി ആകുന്നുണ്ട് ഈ കരാർ, അല്ലേ? തീർച്ചയായും സുരേഷ്, ഈ മാറിയ ലോകക്രമമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ധാരണകളെല്ലാം തന്നെ അതിൻ്റെ പ്രേരക ശക്തിയായി നിലനിൽക്കുന്നത്. മാറിയ ഒരു ലോകക്രമമാണ്. നമുക്കറിയാവുന്നതാണ്, അമേരിക്ക അധിക താരിഫ് ചുമത്തിയതിൽ ഏറ്റവും കൂടുതൽ താരിഫ് ചുമത്തിയ രാജ്യങ്ങളിലൊന്നാണ് ചൈന. സ്വാഭാവികമായും ഭാരതവുമായുള്ള ചൈനയുടെ ബന്ധം കുറെ കൂടി ശക്തിപ്പെടുന്ന ഒരു സാഹചര്യം. ഭാരതം, റഷ്യ, ചൈന, ആ ഒരു 3 രാഷ്ട്രങ്ങൾ ചേർന്ന് അതിശക്തമായ ഒരു സഹകരണം തുടരുകയും വിപണികൾ തുറക്കുകയും ചെയ്യുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുകയും അമേരിക്കയുടെ അധിക താരിഫിനെ പ്രതിരോധിക്കാനുള്ള മറ്റു വിപണി കണ്ടെത്താനുള്ളൊരു നീക്കം ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തു. സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയനുമായി സഹകരിക്കാനുള്ളൊരു നീക്കം നടക്കുന്നത്. ഈ യൂറോപ്യൻ യൂണിയനുമായി സ്വതന്ത്ര വ്യാപാര കരാറിലേക്ക് നീങ്ങുന്നു എന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഇന്നലെ രാത്രിയൊക്കെയായി ആ വാർത്തകൾ പുറത്തു വരികയും ചെയ്തു. സ്കോട്ട് ബെസന്റിൻ്റെ കൃത്യമായ, അതായത് US ട്രഷറി സെക്രട്ടറിയുടെ നിലപാട് പുറത്തു വന്നത്. അദ്ദേഹം പറയുന്നത്, ഈ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളോട് ഭാരതത്തിനെതിരെ അധിക താരിഫ് ചുമത്തണമെന്ന് ആവശ്യപ്പെട്ടത് അവർ തള്ളിക്കളഞ്ഞതിന് കാരണം. നമുക്ക് അറിയാവുന്നതാണ്, റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങി അത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക് ഉൾപ്പെടെ കയറ്റുമതി ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അത്തരത്തിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തടഞ്ഞാൽ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ സാധിക്കുമെന്ന അമേരിക്കയുടെ ഒരു ഫോർമുലയുടെ ഭാഗമായി 25% അധിക താരിഫ് ഭാരതത്തിന് ചുമത്തണമെന്നൊരാവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ യൂറോപ്യൻ യൂണിയൻ അത് അംഗീകരിച്ചില്ല. അതിൻ്റെ പിന്നിലെ ലക്ഷ്യം ഇതായിരുന്നു എന്ന് ഇന്ന് സ്കോട്ട് ബെസന്റ് തുറന്നു പറയുന്നൊരു സാഹചര്യമുണ്ട്.
തുറന്നു പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് ഇത്തരത്തിൽ സ്കോട്ട് ബെസന്റിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ചില വാക്കുകൾ, ചില നിലപാടുകൾ വളരെ കൃത്യമായി ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. അത്തരം നിലപാടുകൾ ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലുള്ള ഇത്തരത്തിലുള്ള ഇടപെടലുകൾ, അതായത് അധിക താരിഫ് ചുമത്താനുള്ള നീക്കങ്ങൾ നടത്തുന്നതിനെ തള്ളിക്കളയുകയും ചെയ്തു. അതൊരു വിഡ്ഢിത്തരമാണ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ ഭാരതവുമായുള്ള ഈ സ്വതന്ത്ര വ്യാപാര കരാർ നടപ്പാക്കുന്നതിലൂടെ ചെയ്തത് എന്നൊക്കെ വളരെ കൃത്യമായി സ്കോട്ട് ബെസന്റ് പറയുന്നൊരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ നിരവധിയായ കാര്യങ്ങളുണ്ട്, നിരവധിയായ വിഷയങ്ങളുണ്ട്. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറഞ്ഞത് ഈ ധാരണ ഉണ്ടാക്കുന്നതോടെ യൂറോപ്യൻ വിപണി തുറന്നു കൊടുക്കുമ്പോൾ യൂറോപ്യൻ വിപണിയിൽ നിന്നും ലഭ്യമാകുന്ന ആ പണം സ്വാഭാവികമായും റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന ഭാരതത്തിൻ്റെ റഷ്യയിലേക്ക് തന്നെയാണ് ഭാരതം ഈ പണം തിരിച്ചെത്തിക്കുക. സ്വാഭാവികമായത് യുക്രൈൻ യുദ്ധത്തിന് റഷ്യ ഉപയോഗിക്കുകയും ചെയ്യും. അതായത് സ്വന്തം ടെറിട്ടറിയിൽ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ അംഗമാകാനിരിക്കുന്ന ഒരു രാജ്യത്തെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആക്രമിക്കുന്നതിന് വേണ്ടി ഫൈനാൻസ് ചെയ്യുകയാണ് ഭാരതം എന്ന യൂറോപ്യൻ യൂണിയൻ എന്ന രീതിയിലൊക്കെയുള്ള പരാമർശങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. തീർച്ചയായും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായി ഇടഞ്ഞു നിൽക്കുന്ന ഗ്രീൻലാൻഡ് വിഷയം നേരത്തെ മോഹൻ വർഗീസൊക്കെ പരാമർശിച്ചതുപോലെ ഈ ഗ്രീൻലാൻഡ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ 8ഓളം രാജ്യങ്ങൾക്ക് താരിഫ് ചുമത്തുമെന്ന് പറയുന്നു. അത് പിന്നീട് ചില ഇടപെടലുകളുടെ ഭാഗമായി അത് വേണ്ട, അല്ലെങ്കിൽ നാറ്റോയുടെ ഭാഗമായി അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തേണ്ടതില്ല, യുക്രൈൻ വിഷയം പരിഹരിച്ചതിന് ശേഷം അക്കാര്യങ്ങൾ പരിശോധിക്കാമെന്ന നിലപാടിൻ്റെ ഭാഗമായി ഫെബ്രുവരി 1-ാം തീയതി മുതൽ ചുമത്താനിരുന്ന 10% അധിക താരിഫ്, 8ഓളം രാജ്യങ്ങൾക്ക് ചുമത്താനിരുന്ന 10% അധിക താരിഫ് ട്രംപ് പിൻവലിക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിലും നാറ്റോ അംഗങ്ങളായ 8 രാജ്യങ്ങൾ ഗ്രീൻലാൻഡിന് പിന്തുണയായി അവിടെ സൈനിക സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും സൈനിക അഭ്യാസത്തിനും എത്തിയതിൻ്റെ പ്രതികാരമായി 10% അധിക താരിഫ് ചുമത്താനുള്ളൊരു നീക്കം നടത്തിയിരുന്നു. ആ നീക്കം പിൻവലിച്ചു എങ്കിൽ കൂടി അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളുമായി അമേരിക്കയ്ക്കുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇതെല്ലാം തന്നെ ഒരു സംഘർഷത്തിനുള്ള സാധ്യതയുണ്ട്. എന്തു തന്നെയായാലും അമേരിക്കയുടെ താരിഫ് വെല്ലുവിളിയെ ശക്തമായി പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായി അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനുമായി ഭാരതം ഒരു സമഗ്ര വാണിജ്യ കരാറിൽ അമേരിക്കയുടെ താരിഫ് ഭീഷണിയെ പല രീതിയിലാണ് നമ്മളെ ബാധിക്കുന്നത്. പ്രത്യേകിച്ച് ഭാരതത്തെ മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലെ അടക്കം 8ഓളം രാജ്യങ്ങളെ, അതിന് പുറത്തുള്ള പല രാജ്യങ്ങളും ഇപ്പോഴും ഈ ഒരു ഭീഷണിയെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട ട്രംപിൻ്റെ നിലപാടറിയാം, വിസ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട നിലപാടുകൾ അറിയാം. അവിടെയാണ് ഈ ഇമിഗ്രേഷൻ നടപടികളുമായി ബന്ധപ്പെട്ട നടപടികൾ കൂടുതൽ സുതാര്യമാക്കുന്ന ഒരു ധാരണയും ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ നിരവധി വിദ്യാർത്ഥികളാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് തുടർ പഠനത്തിൻ്റെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് പോകുന്നത്. അത്തരത്തിൽ നോക്കുമ്പോൾ വിദ്യാഭ്യാസ മേഖലയ്ക്കും വലിയ ഒരു ഉണർവ് നൽകുന്ന തീരുമാനങ്ങളാണ് ഉണ്ടായിരിക്കുന്നതെന്ന് പറയാൻ സാധിക്കുമല്ലേ? തീർച്ചയായും ഈ സാഹചര്യം പരിശോധിക്കുമ്പോഴാണ് ഇമിഗ്രേഷൻ ആൻഡ് മൊബിലിറ്റി എന്ന് പറയുന്ന ആ വിഷയത്തിലൊരു ധാരണ കൂടി ഉണ്ടായിരിക്കുന്നത്. ഇമിഗ്രേഷൻ്റെ ധാരണ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും യൂറോപ്യൻ രാജ്യങ്ങളിൽ വിദ്യാഭ്യാസം നേടുന്നതിന് കുട്ടികൾക്ക് സൗകര്യമൊരുക്കുക, ഭാരതത്തിലെ കുട്ടികൾക്ക് ഒരുക്കുക, തിരിച്ചും സമാന രീതിയിലുള്ള സൗകര്യങ്ങൾ ഉറപ്പാക്കുക എന്നതാണ് ആ പരിപാടിയുടെ തന്നെ ലക്ഷ്യം. ആ ഒരു പ്രോഗ്രാം എന്നതുകൊണ്ട് തന്നെ അത് ഉദ്ദേശിക്കുന്നതാണ്. നമുക്കറിയാവുന്നതാണ് ഇത്തരത്തിലുള്ള വിദ്യാർത്ഥി വിസകളും അതുപോലെ തന്നെ H-1B വിസകളും എല്ലാം തന്നെ അമേരിക്ക നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യമുണ്ട്, തൊഴിലവസരങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് സാങ്കേതിക വിദ്യയിലും സാങ്കേതിക വിദ്യാ തികവിലും വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തുന്ന ഒരു രാജ്യങ്ങളുടെ കൂട്ടായ്മയായ യൂറോപ്യൻ യൂണിയൻ ഇക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുകയും ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് അത്തരത്തിലുള്ള ഇമിഗ്രേഷൻ മൊബിലിറ്റി സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൃത്യമായ ഒരു ധാരണയിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. ഇത്തരമൊരു നീക്കം നടത്തുന്നതിൻ്റെ ഭാഗമായി എന്താണോ അമേരിക്കയിൽ നിന്നും ഭാരതത്തിന് നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലെ ചില രാജ്യങ്ങൾക്ക് നഷ്ടപ്പെട്ടത്, അതെല്ലാം തന്നെ തിരിച്ച് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ഭാരതവുമായി ഷെയർ ചെയ്യുന്നു. അതായത് എന്തൊക്കെയാണോ അമേരിക്കയുടെ അധിക താരിഫും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അമേരിക്കക്കാർ മാത്രം മതി എന്ന ചട്ടങ്ങളുടെ ഭാഗമായുള്ള ചില ഇമിഗ്രേഷൻ നിയമങ്ങളൊക്കെ അവർ കൊണ്ടുവരുമ്പോൾ അതുകൊണ്ട് ഭാരതീയ പൗരന്മാർക്കുണ്ടാകാവുന്ന ആഘാതങ്ങൾ, അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങൾക്കും ഉണ്ടാകാവുന്ന ആഘാതങ്ങളെ മറ്റൊരു പരസ്പര സഹകരണ ധാരണയിലൂടെ പരിഹരിക്കാനുള്ള നീക്കം നടത്തുമ്പോൾ സ്വാഭാവികമായും ട്രംപ് എന്താണോ ലക്ഷ്യം വെച്ചത് അത് പൂർണ്ണമായും ഇല്ലാതാകുന്ന ഒരു സാഹചര്യമാണ് അല്ലെങ്കിൽ ഒരു വസ്തുതയാണ് ഉണ്ടാകുന്നത്. ട്രംപ് ലക്ഷ്യം വയ്ക്കുന്ന ഒരു സമ്മർദ്ദത്തിൻ്റെ തന്ത്രത്തെ കൃത്യമായും മറ്റു സാധ്യതകളിലൂടെ നേരിടുന്ന ഒരു നീക്കം, അത് ചൈന, റഷ്യ, ഇന്ത്യ സഖ്യമാകട്ടെ, യൂറോപ്യൻ യൂണിയൻ സഖ്യമാകട്ടെ, ഇപ്പോൾ ഈ ഇമിഗ്രേഷൻ ആകട്ടെ, എല്ലാ രീതിയിലും അത്തരത്തിലൊരു നീക്കം ഭാരതത്തിൻ്റെയും മറ്റു രാജ്യങ്ങളുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു ഘടകം. ഭാരതവും യൂറോപ്യൻ യൂണിയനും സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ചു. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ചരിത്രപരമായ ഒരു തീരുമാനം, അതീവ നിർണായകമായ ഒരു ധാരണ എന്ന രീതിയിൽ തന്നെയാണ് ഇതിനെ വിശേഷിപ്പിക്കപ്പെടുന്നത്. 200 കോടിയോളം ജനങ്ങളുടെ വലിയൊരു ഭീഷണിയാണ് അമേരിക്കയുടെ ഭീഷണിയെ ഇല്ലാതാക്കുന്ന നടപടികൾ. ഒപ്പം 200 കോടിയോളം ജനങ്ങളുടെ വലിയൊരു വിപണിയാണ് ഇതോടെ
തുറന്നു നൽകിയത്. വാണിജ്യ ധാരണയ്ക്ക് പുറമെ ഇമിഗ്രേഷൻ ആൻഡ് മൊബിലിറ്റി ഒപ്പം സൈനിക ധാരണയും ഒപ്പുവെച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് മൈസൻ ജോസാണ് വിശദാംശങ്ങൾ.